സർവശക്തനായ ദൈവത്തിനും അവിടുത്തെ തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ അവർ ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനായി അവസരം തന്നതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഏഞ്ചൽ താര ആൻറ്റോ. ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ സെയിൻറ്റ് ജോസഫ്സ് ഫൊറൈൻ ചർച്ച് കൊടകരയിൽ നിന്നാണ്. 2024 മെയ് 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായി വരുന്നത്. ഞാൻ എൻ്റെ MSc കെമിസ്ട്രിയുടെ അവസാന കാലഘട്ടമായിരുന്നു. തീസിസ് സബ്മിഷനും ലാബ് വർക്കും എല്ലാം കൂടി എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അതായത് ഞാൻ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. എങ്ങനെ സബ്മിറ്റ് ചെയ്യും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും സാറിന് തൃപ്തി വരുന്നില്ല. ആ ഒരു രീതിയിൽ ഞാൻ വളരെ ഉറക്കമില്ലാതെയൊക്കെ നടക്കുന്നൊരവസ്ഥ. അപ്പോൾ ഞാൻ ആരോടധികം സംസാരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഞാനൊരു ഹോപ്പ്ലെസ് ആയിട്ട് നടക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ വലിയ ആഴ്ച വന്നു. 2024 വലിയ ആഴ്ച വന്നപ്പോൾ ഞാൻ കുമ്പസാരിക്കാനായിട്ട് പോയി. കുമ്പസാരിക്കാനായി പോയപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പാപങ്ങളൊക്കെ പറയുന്നതിന് പകരം എൻ്റെ ഉള്ളിലെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. അച്ഛൻ്റെ അടുത്ത് ഞാൻ അതായത് ഞാനിങ്ങനെ നിർത്താണ്ട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ ഉപദേശം നൽകുന്ന രീതിയിൽ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയിലൂടെ നമുക്കിത് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെയുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാനായി അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നാണ് ഉടമ്പടി എടുക്കാം, ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ എനിക്കൊരു മാറ്റം വരും എന്ന്. അങ്ങനെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ എല്ലാം ഭൗതിക നേട്ടങ്ങളായിരുന്നു. ഒന്നാമത്തെ നിയോഗം നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് പറഞ്ഞ് വെക്കാനായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വെച്ചു. ബാക്കി എല്ലാം എൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഞാൻ ആദ്യം വെച്ചത്, ഞാൻ ഭയങ്കര പ്ലാനിങ്ങോടെ പോകുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് MSc കെമിസ്ട്രി കഴിയുമ്പോൾ എനിക്ക് US PhDക്ക് പോകണം, അപ്ലൈ ചെയ്യണം. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. വിത്തിൻ 1 ഇയർ എനിക്ക് പോകാൻ പറ്റണം. ബിക്കോസ് എനിക്ക് നല്ല ഗ്രേഡ്സും എൻ്റെ അക്കാഡമിക് സ്കോറൊക്കെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എൻ്റെ 10th സർട്ടിഫിക്കറ്റിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിലോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് അത് 1 വർഷം മിനിമം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്ത് കിട്ടാൻ. 1 വർഷം എടുക്കും സർട്ടിഫിക്കറ്റ് കറക്റ്റായി കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് മാറി. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ദേഷ്യം, ഞാൻ ഭയങ്കര ഉടമ്പടിയിൽ ഉഴപ്പാനൊക്കെ തുടങ്ങി. പക്ഷേ എന്തോ 1ാമത്തെ വട്ടം പുതുക്കാനായിട്ട് തോന്നി. അങ്ങനെ പുതുക്കാൻ വന്ന സമയത്ത് എൻ്റെ മനസ്സ് പറഞ്ഞു, ഒന്ന് മര്യാദയ്ക്ക് ചെയ്ത് നോക്കാം ഉടമ്പടിയെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നും മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി, എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തരണമെന്ന്. പിന്നീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഉടമ്പടി പാലിക്കാൻ തുടങ്ങി. ഞാൻ കുർബാനയിൽ പങ്കെടുക്കും, കുമ്പസാരം 2 ആഴ്ച എന്നുള്ളത് ചിലപ്പോൾ 1 ആഴ്ചയ്ക്കുള്ളിൽ കുമ്പസാരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ കൂടെ ഞാൻ കരയാൻ തുടങ്ങി. അതായത് വിശുദ്ധ കുർബാനയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങും, ദിവ്യകാരുണ്യ ആരാധനയിൽ കരയാൻ തുടങ്ങുന്നു, ഉടമ്പടി ധ്യാനങ്ങൾ കേട്ടിട്ട് ഞാൻ കരയാൻ തുടങ്ങുന്നു. അങ്ങനെ ഒത്തിരി എപ്പോഴും ഞാനിങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ കരയും, ഈശോനെ സ്വീകരിക്കാൻ വരുമ്പോൾ ഞാൻ കരയാനായിട്ട് തുടങ്ങുന്നു. പിന്നീട് ഞാൻ വലിയ പ്രോഗ്രസ് ഒന്നും എൻ്റെ ലൈഫിൽ ഉണ്ടായില്ല. അതായത് സർട്ടിഫിക്കറ്റുകളൊന്നും ശരിയായി ഒന്നും വന്നില്ല. അപ്പോൾ നമ്മളൊരു പ്രത്യേക സിറ്റുവേഷനിലാണ്. ബട്ട് സ്റ്റിൽ ഹോപ്പ് ഉണ്ടാവാനായിട്ട് തുടങ്ങി. അങ്ങനെ ജപമാല റാലി പറഞ്ഞപ്പോൾ എന്തായാലും പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. ജപമാല റാലി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ ഇട്ട ചെരുപ്പ് ഇത്തിരി പ്രശ്നമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നടന്നൊരു 10 മിനിറ്റ് അതിൻ്റെ രാവിലെ അപ്പോഴേക്ക് എൻ്റെ കാലിൻ്റെ സൈഡും അടിയൊക്കെ ഒരഞ്ഞു പൊട്ടി. നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെ ഇരിക്കെ എനിക്ക് പെട്ടെന്ന് തോന്നാണ്, ഇതൊക്കെ എന്ത് വിഷമം, എൻ്റെ ഈശോ ഇത്രയും അടി കിട്ടിയിട്ടാണ്, അതും കുരിശൻ താങ്ങിയിട്ടാണ് ഗാഗുൽത്താമല കയറിയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് വിഷമം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു, പള്ളി എത്താണ്ട് ഞാൻ ഇരിക്കില്ല എന്ന്. അങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഞാൻ ആ വേദനയിൽ നടന്നു. പക്ഷേ ജപമാല റാലിയിൽ ഞാൻ എൻ്റെ ഒരു നിയോഗവും വെച്ചില്ല. എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ജപമാല റാലി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ എൻ്റെ ആധാറും പാസ്പോർട്ടും എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഞാൻ കറക്ഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം അവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പോസ്റ്റ് ഓഫീസിലോട്ട് വിളിക്കുമ്പോൾ അവിടെ സംഭവം വന്നിട്ടില്ല, വീട്ടിലോട്ടും വന്നിട്ടില്ല. അപ്പോൾ ആകെ വിഷമമായി. ഇത് വന്നാലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കറക്ഷൻ്റെ ഒരു ഭാഗം കൂടി കൊടുക്കാനുണ്ടായിരുന്നു, ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വന്നിട്ടില്ല. അങ്ങനെ ജപമാല റാലിക്ക് നിയോഗമൊന്നും വെക്കാതെയാണ് പോയെങ്കിലും വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പപ്പ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ പറയുന്ന ആധാറും ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. എനിക്കത് ഭയങ്കര അത്ഭുതമായി. കാരണം ഞാനത് ചോദിച്ചില്ല, ഞാനത് തരാൻ പറഞ്ഞൊന്നും ചോദിച്ചൊന്നുമില്ല. പക്ഷെ എനിക്കത് തന്നു. അങ്ങനെ ഞങ്ങളത് സബ്മിറ്റ് ചെയ്തു സർട്ടിഫിക്കറ്റ് കറക്ഷന് വേണ്ടി.
വീണ്ടും ഇങ്ങനെ പോകുന്നു. ഞാൻ വീണ്ടും കൂടുതൽ കൂടുതൽ ഈശോയിലേക്ക് അടുക്കാനായിട്ട് തുടങ്ങി. കാരണം ബൈബിൾ വായന എന്നെ ഒരുപാട് മാറ്റി. ഞാൻ ബൈബിളിൽ എന്താ പറയുക കേട്ടിട്ട് മാത്രമുള്ള പുസ്തകങ്ങളെ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബൈബിളിലും നമ്മളുടെ ജീവിതത്തിനോട് സെയിം ആയിട്ട് വരുന്ന രീതിയിലുള്ള കഥകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ബൈബിൾ നല്ലപോലെ വായിക്കാൻ തുടങ്ങി. ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് തുടങ്ങി. അതായത് ഞാൻ കുറേ പേരോട് പറയാനും തുടങ്ങി, ബൈബിൾ വായിക്കുമ്പോൾ നല്ലതാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് തോന്നും ഇന്ന പുസ്തകം വായിക്കി, അപ്പം ഞാൻ അത് പോയി വായിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എൻ്റെ ഒരു വിഷമം പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ഈ പുസ്തകം വായിക്കി, നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പള്ളിയിൽ നിന്ന് ഞാൻ ഒരു ദിവസം അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട് പള്ളിയിൽ നിന്ന് ഞാൻ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ അനിയൻ, അവൻ എന്നെ പോലെ തന്നെ ഭയങ്കര ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ അടുത്ത് ദേഷ്യത്തിൽ എന്നെ തിന്നുന്ന അവസ്ഥയിൽ എന്നെ ചോദിച്ചിട്ട് പറയാണ്, നീ എന്തിനാ പള്ളിയിൽ പോണേ, നീ എന്തിനാ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോണേ, നമുക്ക് എന്തെങ്കിലും നടന്നാ, അങ്ങനെ ഒരു രീതിയിൽ എന്നോട് ചോദിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. കാരണം എനിക്ക് മനസ്സിലായ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ വെല്ലുവിളിക്കാൻ ഞാനില്ല, എനിക്കാവില്ല, അതിനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു, നമ്മളൊക്കെ സാധാരണ മനുഷ്യരാടാ, ആ ഈശോനെ വെല്ലുവിളിക്കാനൊന്നും നമ്മളായിട്ടില്ല. എന്നിട്ട് ഞാൻ അവനോട് പറയാണ്, ബൈബിളിൽ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗമുണ്ട്. ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറക്കി കർത്താവ് ദഹിപ്പിച്ച ഒരു ഭാഗം. അത് ഞാൻ അവനോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നിട്ട് ഈശോനെയും മാതാവിനെയും നോക്കിയിട്ട് ഞാൻ കരയാണ്. ഞാൻ പറയാണ്, ഞങ്ങൾക്ക് ഈശോയെ അവന് തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി, ഞങ്ങളോട് ക്ഷമിക്കണേ. കാരണം ഞാൻ പിന്നീട് എൻ്റെ വിഷമങ്ങളൊന്നും വേറെ ആരോടും പറയാൻ നിന്നില്ല, ആരും എൻ്റെ വിഷമങ്ങൾ കേൾക്കാനും നിന്നില്ല. ഞാൻ ഈശോയോടും മാതാവിനോടും മാത്രമാണ് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു മണിക്കൂറൊന്നും അതിൻ്റെ ഒരു കോള് വന്നു എനിക്ക്. ആ ഒരു കോളെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിൻ്റെ 1ാം ഭാഗം കംപ്ലീറ്റായി, ഇനിയുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്ന യഥാർത്ഥ കറക്ഷന് കൊടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വിത്തിൻ 3 monthsോടെ എത്തുമെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം അവിടെയും ഞാൻ പ്രാർത്ഥിച്ചില്ല സർട്ടിഫിക്കറ്റ് ശരിയാവാൻ. എൻ്റെ വിഷമം മൊത്തം അവൻ കർത്താവിനെ വെല്ലുവിളിച്ചു എന്നതിനുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നീട് എനിക്ക് തോന്നാണ് US പോവണ്ട, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിൽ പറയാണ് ഗേറ്റ് എക്സാമിനും നെറ്റ് എക്സാമിനും ഇരുന്ന് പഠിക്കാനായിട്ട്. നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ വലിയ സമയമൊന്നുമില്ല. ഒരു മാസമൊക്കെ തികച്ചുണ്ടായി എന്ന് വേണമെങ്കിലും പറയാം, എന്നാലും 1 മാസം എന്നൊന്നും പറയാനുമില്ല. അങ്ങനെ ഗേറ്റ് എക്സാമിന് പഠിക്കാനിരുന്നു. അപ്പോൾ എൻ്റെ വിഷയം കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഫിസിക്കൽ കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയുടെ 1-2 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഞാൻ പഠിച്ചത്. ഞാൻ മാതാവിനോട് പറഞ്ഞു, പരീക്ഷ എഴുതാനായിട്ട് എന്നെ തോന്നിപ്പിച്ചത് മാതാവാണ്, അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയിൽ പാസ്സാവണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് മാതാവാണ്. തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി, ഞാൻ ഒരു പരാതിയായിട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ എഴുതി പരീക്ഷ എനിക്ക് അവിടെ ഹാളിലിരിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കാശുരൂപവും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ ഉപ്പിടാൻ പോയ സമയത്ത് വീണ്ടും എൻ്റെ അനിയൻ പറഞ്ഞു, ക്യാമറയുണ്ട്, നമ്മളെ പിടിച്ച് പുറത്താക്കും, പരീക്ഷ എഴുതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ കയറിപ്പോയിക്കോ, ഞാൻ ഉപ്പിട്ടിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ് മൊത്തം പരിസരത്ത് മൊത്തം ഇട്ടതിന് ശേഷം ഞാൻ പരീക്ഷാ ഹാളിൽ കയറി സാക്ഷ്യങ്ങളിൽ കേൾക്കണ പോലെ ഞാൻ ചുറ്റിനും നോക്കി ഒരു അടയാളത്തിനായിട്ട്. പ്രത്യേകിച്ച് അടയാളമൊന്നും കണ്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ പറഞ്ഞു സങ്കീർത്തനം 128 വായിക്കാനായിട്ട്. അപ്പം ഞാൻ ഓക്കെ ഫൈൻ ഇതിൽ ഞാൻ ഇരുന്ന് ഞാൻ എക്സാം എഴുതി. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത്രയും ടഫെന്ന് വെച്ചാൽ അത്രയും ടഫായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വിഷമിച്ച് വരുന്ന സമയത്ത് ഞാൻ കരയാനൊക്കെ പോവാം. ഞാൻ എൻ്റെ റൂമിലിരുന്നിട്ട് കരയാനായിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് മനസ്സിൽ ഒരാൾ ചോദിക്കുകയാണ്, നിൻ്റെ അടുത്തല്ലേ ഞാൻ സങ്കീർത്തനം 128 വായിക്കാനായിട്ട് പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവഭക്തന് മഹത്വം എന്നായിരുന്നു. ഞാൻ അത് വായിച്ചതിന് ശേഷം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞത് ഈശോ എനിക്കൊരു അടയാളം തന്നല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. വീണ്ടും നെറ്റ് എക്സാമിന് പഠിച്ചു. നെറ്റ് എക്സാമും എഴുതി കഴിഞ്ഞു. അങ്ങനെ ഞാൻ നോർമലായി, എൻ്റെ എക്സാംസ് എല്ലാം കഴിഞ്ഞു, ഞാൻ നോർമലായി. ഞാൻ എൻ്റെ നോർമൽ പ്രവൃത്തികളായിട്ടുള്ള എന്താ പറയുക ആൾക്കാരോട് ഈശോയെ പറ്റി സംസാരിക്കാനും അതുപോലെ ഞാൻ പള്ളിയിൽ പോവും, അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ ഞാൻ വീണ്ടും അതിൽ ഞാൻ വ്യാപൃതിയായി. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഗേറ്റ് എക്സാമിന് ഓൾ ഇന്ത്യയിൽ 251ാമത്തെ റാങ്ക് വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിടത്തോളം 251 2051 20,051 എനിക്ക് റാങ്ക് കിട്ടാനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങനെ എനിക്ക് ഓൾ ഇന്ത്യയിൽ 251 വന്നു. വാതിലുകൾ മൊത്തം അടഞ്ഞു കിടന്ന എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാതിലുകളാണ് ഒറ്റയടിക്ക് തുറന്നു കിട്ടിയത്. അങ്ങനെ ഞാൻ ആകെ കൺഫ്യൂഷനിലായി. അതുപോലെ നെറ്റ് എക്സാമും ഞാൻ പാസ്സായി. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിലായി. ഇനിയിപ്പോൾ PhDക്ക് പോകണോ അതോ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനായി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ആദ്യം എന്താണോ വരുന്നത് ഞാനത് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം വന്നത് PhD അഡ്മിഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടും അപ്ലൈ ചെയ്തു. IIT ഡൽഹി, IIT ബോംബെ,
IISc ബാംഗ്ലൂർ, IIT ഹൈദരാബാദ്, ഇങ്ങനെ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് കോൾ വന്നത് IIT ബോംബെയാണ്. അങ്ങനെ IIT ബോംബെയിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തലേ ദിവസം പനി, ചുമ, മേലുവേദന, ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ. ഒന്നും വായിക്കാൻ പറ്റിയിട്ടില്ല, ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ IIT ബോംബെയിൽ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി. എന്തായാലും വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഇതിൽ ഞാൻ പോയപ്പോൾ കാശ് രൂപവും ഉപ്പും മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഞാൻ അവിടെ ഉപ്പ് മൊത്തം വിതറി. അതും റൂമെന്ന് പറഞ്ഞാൽ AC ആണ്, മൂക്കടഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇൻ്റർവ്യൂ ഹാളിൽ കയറുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് ആരെങ്കിലും ഒരു ഗ്രേ ഡ്രസ്സിൽ കാണാൻ സാധിക്കണേന്ന്. ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടത് ഒരു സാറ് ഗ്രേ ഷർട്ട് ഇട്ടിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഞാൻ കയറി, സാർ എൻ്റെ അടുത്ത് പറഞ്ഞു ചോക്കും ഡസ്റ്റർ എടുത്തിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു. അപ്പോൾ എനിക്കതിനെ പറ്റിയൊരു ഡെഫിനിഷൻ മാത്രം അറിയാം. അവർ പറഞ്ഞ രീതിയിൽ ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എൻ്റെ അടുത്ത് കുറേ സ്ട്രക്ചറൊക്കെ വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ ബോർഡിനകത്ത് ചോക്കും പിടിച്ച് സ്റ്റക്കായി നിൽക്കുക. ഞാൻ ആ സമയത്ത് കാശ് രൂപം പിടിച്ച് ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ മാതാവി എനിക്ക് ഇവിടുന്ന് നാണം കെട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. അതായത് എന്നെ കളിയാക്കിയിട്ട് ഇവരെന്നെ ഇവിടുന്ന് വിടരുത്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, സെലക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് വിടണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് ഞാൻ പോലും അറിയാണ്ട് എൻ്റെ കൈ ചലിക്കാൻ തുടങ്ങുക. അതായത് ഞാൻ ഇവർ ചോദിക്കുന്നതിന് ഞാൻ പടപടാ മറുപടി പറയുന്നു, എൻ്റെ കൈ ഇങ്ങനെ പോകുന്നു, ഞാൻ എന്തൊക്കെയോ വരയ്ക്കുന്നു. എല്ലാവരുടെയും ഇൻ്റർവ്യൂ ഒരു 40 മിനിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എൻ്റെ ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു സംശയമാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി. വീണ്ടും പനി. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാത്രം എനിക്ക് പനിയോ ജലദോഷമോ ഉണ്ടായില്ല. കയറുന്നതിന് മുന്നും കയറിയതിന് ശേഷം എനിക്ക് വന്നു ഈ പറയുന്ന പനി ജലദോഷമൊക്കെ വന്നതുകൊണ്ട് ഞാൻ വീണ്ടും റെസ്റ്റിലായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരാണ്. IIT ബോംബെയിൽ ഈ ഗ്രേ ഷർട്ട് ഡ്രസ്സിട്ട ഒരു സാറായിരുന്നത് എന്നെ വിളിച്ചിട്ട് പറയാണ്, സാറിൻ്റെ ടീമിലേക്ക് എന്നെ സെലക്ട് ചെയ്യാമെന്ന് പറയാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ സാർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ പറയാണ്, ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ക്ലാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ബോർഡിലോട്ട് തിരിഞ്ഞെഴുതുന്ന സമയത്ത് ഇവിടെയുള്ള സാറുമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു എന്ന്. അപ്പം തന്നെ അവർ സെലക്ട് ചെയ്യാനുള്ളൊരു തീരുമാനം എടുത്തു തന്നെ. അങ്ങനെ ഞാൻ കരയാനായിട്ട് തുടങ്ങി. കാരണം ഞാൻ കരയാൻ തുടങ്ങിയതിൻ്റെ കാരണം IIT ബോംബെ എന്ന് പറയുന്നത് ഞാൻ എന്നോ മറന്നുപോയൊരു സ്വപ്നമാണ്. എൻ്റെ MSc കെമിസ്ട്രി ഞാൻ അവിടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ഞാൻ ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാനത് മറന്നുപോയൊരു സ്വപ്നം, ഞാൻ പിന്നീട് ചോദിക്കാത്തൊരു സ്വപ്നം. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി അത് ഓർത്ത് വെച്ച് എന്നെ അവിടേക്ക് എത്തിച്ചു. അതിലെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും ഈശോയോട് മതിയാവില്ല. ഞാൻ പറഞ്ഞ ഉത്തരങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. അതായത് ആ സമയത്ത് എന്നെ കൊണ്ട് കൈ ചലിപ്പിച്ചതും എൻ്റെ നാവ് ചലിപ്പിച്ചതും പരിശുദ്ധാത്മാവായിരുന്നുവെന്ന് എനിക്ക് ഉറച്ച ബോധ്യം അവിടെ ഉണ്ടായി. ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞത് എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കുമല്ല, ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്നെ ബോധ്യപ്പെടുത്തി തന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നു അത്. അതുപോലെ തന്നെ എനിക്ക് മാറ്റം വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്യൂ പാലിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊരു കാര്യമാണ് ക്യൂ നിൽക്കുക എന്നുള്ളത്. ഞാൻ അതിനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എപ്പോഴും കയ്യിൽ ഈ ജപമാല ഉണ്ടാവും. ജപമാല കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈശോ എന്നും എപ്പോഴും നന്മ നിറഞ്ഞ മറിയം മാത്രം ചെല്ലും. ജപമാല കയ്യിൽ വെച്ച് ക്യൂവിൽ ഈ നന്മ നിറഞ്ഞവർ, അത് മനസ്സിലല്ല ചുണ്ടനക്കെയാണ് ഞാൻ ചെല്ലുക. അപ്പോൾ ആരും എന്നോട് സംസാരിക്കാനൊന്നും വരില്ല, ഞാൻ എന്തോ ചെയ്യാമെന്ന് മനസ്സിലായി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഇത് കണ്ടുപിടിച്ചു ഞാൻ കൊന്തെത്തിക്കുകയാണെന്നുള്ള കാര്യം. പിന്നീട് അവരും അത് തുടങ്ങി. ക്യൂവിൽ നിൽക്കുമ്പോൾ അവരും എൻ്റെ പോലെ തന്നെ കൊന്തെത്തിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് പറയുന്ന വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ പറമ്പിൽ ഞങ്ങൾ കുറേ വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഫലവൃക്ഷങ്ങൾ. 1 വർഷം കൊണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞത് 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, ഇതുവരെയൊക്കെ അയച്ചിട്ടില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടി ഈ പറയുന്ന ഉപ്പെടുത്തിട്ട് അവിടെ മൊത്തം ചുറ്റിനും ഇട്ട് പ്രാർത്ഥിച്ചു, ഈ വർഷം എൻ്റെ പറമ്പിലുണ്ടായ റംബൂട്ടാൻ, ചക്ക, മാങ്ങ, അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതുവരെയായി കായ്ക്കാത്ത ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഞങ്ങൾക്ക് വലിയ ഒരു വിളവ് തന്നെ ഞങ്ങൾക്ക് തന്നു. അത് ഭയങ്കരമായൊരു സന്തോഷം. അതായത് കർത്താവ് ഞങ്ങൾക്ക് എല്ലാം തരുന്നുണ്ടല്ലോ, ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ എന്നൊരു ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് നൽകി. അതുപോലെ തന്നെ വേറെ കുറേ, അതായത് ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങൾ ഒന്നുമല്ല, എനിക്കുണ്ടായ ഒരു ആത്മീയ നേട്ടമുണ്ട്. അതായത് ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരാളല്ലായിരുന്നു. പള്ളിയിൽ പോയാലും പള്ളിയിൽ പ്രാർത്ഥനകൾക്ക് കൂടുന്നല്ലാതെ ഞാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് വിശുദ്ധ കുർബാനയെ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ കരയാനായിട്ട് തുടങ്ങിയത്. ഏറ്റവും വലിയ മാറ്റം വന്നത് വലിയ ആഴ്ചകൾ വന്നപ്പോൾ, ഈ കഴിഞ്ഞ വലിയ ആഴ്ചയിൽ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവ ചരിത്രം വായിച്ചു. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നതില്ല. ഞാൻ ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞ ഭാഗം വന്നപ്പോൾ ഞാൻ ഈശോയെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരയാണ്. അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഈശോ നിന്ന് കരയുന്നതായിട്ട്, ഈശോ
കുരിശിൽ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ട് ഞാൻ നിന്നങ്ങോട്ട് കരയാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പിന്നീട് കൃപകൾക്ക് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതായത് ഞാൻ ജപമാല റാലിക്ക് ശേഷം ഭൗതിക നേട്ടങ്ങൾക്കായി ഒന്നും പ്രാർത്ഥിച്ചില്ല. കൃപ മാത്രം എനിക്ക് തന്നാൽ മതി എൻ്റെ ഈശോ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. എനിക്ക് നല്ല മടിയായിരുന്നു പത്രം കൊടുക്കാൻ. അതായത് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് ചീത്ത കേൾക്കാറുണ്ടായതുകൊണ്ട് എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്കിലും ഞാൻ പത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തിരുന്നു. പക്ഷേ പത്രങ്ങൾ കൊടുത്തതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ വായ കൊണ്ടായിരിക്കും ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടാവുക. എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആൾക്കാർ എൻ്റെ അടുത്ത് വെരി ഗുഡ്, ഗ്രേറ്റ്, എൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ് പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് മറുപടി തരുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. കാരണം ബോർഡിൽ ചോക്ക് പിടിച്ച് ഒന്നും എഴുതാനായിട്ട് അറിയാതിരുന്ന എൻ്റെ മെറിറ്റ് 0 അവിടെ. അതുപോലെ എക്സാമിന് 2 പാഠം മാത്രം പഠിച്ചു പോയി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെറിറ്റ് 0 അവിടെ ഗ്രേസ് മാത്രമേ എനിക്ക് അവിടെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാനാണ് ആ സിറ്റുവേഷനിൽ ഇവിടെ കടന്നു പോയത്. എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ഈശോയുടെ അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം കഴിഞ്ഞൊരു വർഷം ഈ ഒരു മാസം ഞാനിരുന്നൊരു അവസ്ഥയിൽ, ഈ ഒരു വർഷത്തിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്ന ഉയർച്ച, എനിക്ക് വന്ന മാറ്റം ഭൗതികമായല്ല, ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു പിക്നിക്കിനോ പോയില്ല, ഞാൻ പള്ളികൾ മാത്രം പോയി. കാരണം എന്നെ കേൾക്കാൻ എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈശോയ്ക്ക് മാത്രമേ എന്നെ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി. ഒരു പുസ്തകമൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, കത്തുകളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. മാത്രമല്ല, ഞാൻ പാലിയേറ്റീവ് കെയറിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കായിരുന്നു. ഓർഫണേജുകളിൽ പോയിട്ട് കുട്ടികളെയൊക്കെ സഹായിക്കായിരുന്നു. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികളെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ സഹായിച്ചു. ഏറ്റവും ഉപരി എനിക്ക് പഠിപ്പിക്കാനായിട്ടൊരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയാം. ഈശോ എനിക്ക് തന്നിട്ടുണ്ടത്. അതുകൊണ്ട് തന്നെ പരീക്ഷകളിൽ തോറ്റിരുന്ന കുട്ടികളെ പഠിക്കാനായിട്ട് ഞാൻ അവരെ സഹായിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത്, ഒരിക്കൽ ഉടമ്പടിയൊക്കെ എടുക്കാൻ വരുന്നതിന് കുറേ നാൾ മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ മാതാവിനെ നോക്കിയൊരു ഡയലോഗ് അടിച്ചിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ വരില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത്. കാരണം എനിക്കിവിടെ വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഭയങ്കര ക്യൂ, ഭയങ്കര തിരക്ക്, അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ഉടമ്പടി പുതുക്കി പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, 1/2 മണിക്കൂർ തികയുന്ന ഒരു സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണേ എൻ്റെ മാതാവേ എന്നായിരുന്നു. അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. ഇവിടെ എനിക്ക് പ്രസംഗിക്കാനായിട്ട് കർത്താവ് ഒരു കഴിവ് വന്നിട്ടുണ്ട്. ഞാൻ മത്സരങ്ങളിൽ സമ്മാനം ഊഹിച്ച് മാത്രമേ പ്രസംഗിച്ചിട്ടുള്ളൂ. ഇന്ന് എൻ്റെ ഈശോയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനമായിട്ട് ഞാനിതിനെ കരുതുന്നു. ഈ ഒരു അവസരം തന്നതിന് ഞാൻ അമ്മ മാതാവിനോടും എൻ്റെ ഈശോയോടും ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 31-33 തിരുവചനങ്ങൾ. എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഏഞ്ചൽ താര ആൻഡോ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ വിസ്മയകരമായ അനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുകയാണ്. മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നത് ശരിക്കും ജീവിതമല്ലാത്ത പ്രതിസന്ധിയായപ്പോഴാണ്. MSc-യുടെ 2ാമത്തെ വർഷം, അതിനൊത്തിരി പ്രോജക്റ്റ് വർക്ക്, തീസിസ് വർക്ക് ചെയ്യാനുണ്ട്, പഠിക്കുവാനുണ്ട്, പ്രാക്ടിക്കലുണ്ട്. എല്ലാം കൂടെ ഒന്നും എങ്ങും എത്താതെ ആകെ പെർപ്ലക്സ്ഡായി നിൽക്കുന്ന സമയത്താണ് മകൾ വന്ന് ഉടമ്പടി എടുക്കുന്നത്. തീസിസ് മകൾ എഴുതുന്നതൊന്നും അധ്യാപകന് ബോധിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യാതെ ആ കോഴ്സ് പൂർത്തിയാവില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ക്ലേശം മകൾ അനുഭവിക്കുമ്പോഴാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള മകളുടെ ജീവിതത്തെ നാം കേൾക്കുകയായിരുന്നു. മകൾക്ക് ലഭിച്ച നേട്ടങ്ങളെക്കുറിച്ചല്ല, മകൾക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മോട് പങ്കുവെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദൈവാനുഭവം എന്ന് പറയുക അത് ആത്മഭാരമാണ്. ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അച്ഛനിടയ്ക്ക് വളരെ ഗൗരവത്തോടു കൂടി ഒരു വിഷയം അവതരിപ്പിച്ച് വരുമ്പോൾ നമ്മളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ആത്മഭാരമുണ്ടാവണം. ആത്മഭാരം ഉള്ളവരാണ് ശരിക്കും ഉടമ്പടിയിൽ ഉറച്ചവർ. അത് ഉടമ്പടി ഉറച്ചതിൻ്റെ ഒരു ലക്ഷണമാണ്. ആത്മഭാരം എന്ന് പറയുക ഈശോ അനുഭവിച്ച ആ സഹനങ്ങളെ മുഴുവനും ഈശോയുടെ ആ കാലടികളിൽ നിന്നുകൊണ്ട്
അതേ ആഴത്തിൽ അതേ തീവ്രതയിൽ അനുഭവിക്കുവാനായി നമുക്ക് കഴിയുക. അതാണ് ആത്മഭാരം. യേശുവിൻ്റെ മുഴുവൻ വേദനകളെയും നാം ഏറ്റെടുത്ത് അനുഭവിക്കുന്ന ആ ഒരു യേശുവിനോടൊപ്പം ആ നിമിഷങ്ങളിൽ നാം വ്യാപരിക്കുന്ന ഒരു ജീവിതം. മകൾ പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ, ദുഃഖവെള്ളിയാഴ്ച പീഡാനുഭവത്തിൻ്റെ വായനകൾ കേൾക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കരയുവാൻ വേണ്ടി കരച്ചിൽ വരുന്നതല്ല, മറിച്ച് അത്ര കണ്ട് യേശുവിൻ്റെ പീഡാനുഭവത്തോട് തൻ്റെ ആത്മാവ് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അത് ദൈവികമായ ഭാഷയിൽ ആത്മഭാരമായി തീരുന്നതാണ്. എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് വേണ്ടി മാത്രമാണല്ലോ എൻ്റെ കർത്താവ് ഇത്രത്തോളം സഹനങ്ങൾ ഏറ്റെടുത്തത്. എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വേണ്ടിയാണല്ലോ, എൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ വേണ്ടിയാണല്ലോ ഇത്രയേറെ അടികളേറ്റ് അവൻ വൈരൂപ്യത്തോടു കൂടി ഈ കുരിശിൽ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിങ്ങനെ കിടക്കുന്നത്. ഈ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ആത്മഭാരം ഉണ്ടാക്കുക. അത് ഒരു ദൈവികമായ കൃപയാണ്. ഒരു വിശുദ്ധ ബലിയിൽ ആ ഈശോ കടന്നു പോകുന്ന തീക്ഷ്ണമായ പീഡാനുഭവ നിമിഷങ്ങളിൽ നമ്മൾ പൂർണ്ണമായി താതാത്മ്യപ്പെട്ടുകൊണ്ട് അതേ അനുഭവത്തോടെ ജീവിക്കുക എന്നത്. മകൾ അതിനെക്കുറിച്ച് ഒത്തിരി ഈ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ആത്മഭാരതലത്തെക്കുറിച്ച് മകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്നാണ് ഈ സാക്ഷ്യത്തിൽ അച്ഛന് തോന്നുക. യേശുവിൻ്റെ ആ ജീവിതത്തോട്, യേശുവിൻ്റെ സഹനങ്ങളോട്, യേശു കടന്നു പോകുന്ന മണിക്കൂറുകളോട് ചേർന്ന് ജീവിതത്തെ, ആത്മാവിനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അത് ഫീൽ ചെയ്ത് ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനും മകൾക്ക് ദൈവം കൊടുത്ത കൃപയെ ഓർത്ത് നന്ദി പറയാം. മകൾ പറയുന്നുണ്ട്, അവൾ MSc കഴിയുമ്പോൾ എന്ത് ചെയ്യണം, US പോകണം എന്ന ആഗ്രഹം ആദ്യമുണ്ട്. എന്ത് ചെയ്യണമെന്ന് മാതാവിനോടാണ് ചോദിക്കുന്നത്. 2 എക്സാംസാണ് മുന്നിൽ വരുന്നത്. രണ്ടും ഏറെ ഗൗരവമുള്ള, ഒത്തിരിയേറെ പരിശ്രമം ആവശ്യമുള്ള, ഒത്തിരി നാൾ പഠിക്കേണ്ടുന്ന ഒരു വിഷയങ്ങളായിരുന്നു. ഗേറ്റും അതുപോലെ നെറ്റും രണ്ടും വളരെ ഗൗരവമുള്ള എക്സാംസാണ്. മകൾ പറയുന്നുണ്ട്, ഗേറ്റിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഓർഗാനിക് കെമിസ്ട്രി. അത് മുഴുവനായി വിട്ടിട്ട് തൊട്ടതേയില്ല, അത് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടാണ് ഇനോർഗാനിക്കും ഫിസിക്കൽ കെമിസ്ട്രിയും മകൾ പഠിക്കുന്നത്. അതുതന്നെ കുറച്ച് അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് മകൾ പോകുന്നു. മകൾ പറയുന്നുണ്ട്, വേണമെങ്കിൽ എൻ്റെ റാങ്ക് 20,000-അപ്പുറം പോകാമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് അമ്മയുടെ ഉടമ്പടി ഉപ്പും ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ദൈവനാമ മഹത്വത്തിനു വേണ്ടി മാത്രം ഞാൻ ഉടമ്പടിയെടുത്ത ദിനം മുതൽ ജീവിച്ചതുകൊണ്ടും എൻ്റെ അമ്മ മാതാവ് എനിക്കത് 251 എന്ന റാങ്കിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എന്നെ കൊണ്ടുവന്നെത്തിച്ചുവെന്ന. ചെറുതല്ലത്, വലിയൊരു റാങ്കാണത്. വളരെ മികച്ച ഒരു വിജയമാണ്. മകൾ പറയുന്നുണ്ട്, MSc പഠിക്കുവാൻ ആഗ്രഹിച്ചത് ബോംബെയിലായിരുന്നു. ബോംബെ IIT പഠിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചു. എന്നാൽ അത് നടക്കാതിരുന്നപ്പോൾ അമ്മ മാതാവ് അവളെ ഇപ്പോൾ ഡോക്ടറേറ്റിന് വേണ്ടി PhDക്ക് വേണ്ടി മകൾക്ക് കൊടുത്ത ഇടം ബോംബെ IIT ആണ്. നോക്കുക, നമ്മൾ ചില കാര്യങ്ങൾ നടക്കില്ലല്ലോ വിട്ടുകളഞ്ഞ് നാം ഉപേക്ഷിക്കുമ്പോൾ അമ്മ മാതാവ് ഓർത്തു വെച്ച് നമ്മുടെ ജീവിതത്തിന് അത് നന്മയായി പരിണമിക്കുന്നതാണെങ്കിൽ നമുക്ക് കൃത്യസമയത്ത് സമയത്തിൻ്റെ പൂർണ്ണതയിൽ അനുവദിച്ചു തരും. മകളിത് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഞാനത് ഉപേക്ഷിച്ചൊരു വിഷയം പിന്നീട് എൻ്റെ ഏത് ഇടത്തേക്കും പോകാവുന്ന രീതിയിൽ എനിക്ക് ഇൻ്റർവ്യൂസ് വരികയും ഞാൻ ആദ്യം ചെന്ന് പങ്കെടുക്കുമ്പോൾ എനിക്ക് ആ നിമിഷങ്ങളിൽ മാത്രമാണ് പനിയോ ജലദോഷമോ സംസാരിക്കുവാനാവാത്ത അവസ്ഥ ഇല്ലാതിരുന്നത്. ചെന്നിട്ട് ചോക്കും ടെസ്റ്റിനും കയ്യിലുണ്ടെന്നല്ലാതെ ഒന്നും എഴുതാനാവാത്ത, പറഞ്ഞ വിഷയം അവതരിപ്പിക്കുവാനാവാത്ത അവസ്ഥയുമുണ്ട്. ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തരാണോ, അമ്മ മാതാവ് കൂടെ നിന്ന് നാം അന്ന് വരെ കാണാത്തത് നമ്മളെ കാണിച്ചു തരും, നാം അന്ന് വരെ ചെയ്യാത്തത് നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, എൻ്റെ കൈ വെറുതെ ബോഡിൽ കൂടി ഓടിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞ സ്ട്രക്ചറുകളൊക്കെ ഞാനിങ്ങനെ ഫോർമുലാസൊക്കെ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ തലച്ചോറിനകത്ത് വന്നതല്ല, ഇതൊന്നും ഞാൻ വായിച്ചു പഠിച്ച് എൻ്റെ കാണാപ്പാടം എൻ്റെ മനസ്സിൽ വെച്ചിട്ടുള്ളതല്ല. ഇത് നാണം കെടുത്താതെ എൻ്റെ അമ്മ മാതാവ് ഇവിടെ തന്നെ വിടണമെന്ന് പറയുമ്പോൾ അമ്മ എനിക്ക് സന്ദേശം തരുന്നതാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണിത്. അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, അമ്മയുടെ സന്ദേശം കൊണ്ട് എപ്പോഴും ഉടമ്പടി ജീവിതത്തെ കൂടുതൽ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കും. മകൾ പറയുന്നുണ്ട്, ഒരു പ്രൊഫസർ
ആ ക്ലാസ് എടുക്കുന്നത് പോലെ നീ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തുവെന്ന് അവർ അവസാനം വിലയിരുത്തിയെന്ന്. എൻ്റെ കഴിവല്ല, ദൈവകൃപ മാത്രമെന്ന് ആവർത്തിച്ച് അവൾ അടിവരയിടുന്നുണ്ട്. എൻ്റെ കഴിവല്ല, ദൈവകൃപ മാത്രമെന്ന് ആവർത്തിച്ച് അടിവരയിട്ടുകൊണ്ടാണ് മകൾ ആ സാക്ഷ്യത്തിലേക്ക് പൂർത്തീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ ഉന്നതമായ ഒരു വിജയം, വളരെ മികച്ച ഒരു IIT-യിലുള്ള മകളുടെ ഗവേഷണ പഠനം, അതിന് തൻ്റെ കഴിവുകൾക്കപ്പുറം ദൈവികമായ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നിറയപ്പെട്ടുകൊണ്ട് ഈശോയുടെ ആത്മഭാരം മുഴുവനും സ്വീകരിച്ചെടുത്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം കൃപ കൊടുത്ത നാളുകൾ, ഭൗതികമായി എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ, മറ്റുള്ളവരോട് നന്മയ്ക്ക് വേണ്ടി എന്ന് നിലകൊള്ളുവാൻ മകൾ ശ്രദ്ധിച്ചിരുന്നതും സൂചിപ്പിക്കുന്നുണ്ട്. മകൾ വേദനിച്ച 2 അനുഭവങ്ങൾ പറയുന്നുണ്ട്. അത് ഈശോയെ വെല്ലുവിളിച്ച നിമിഷങ്ങളാണ്. അത് സഹോദരൻ 2 തവണയും മകളെ ഒന്ന് പ്രകോപിപ്പിക്കുമ്പോൾ നമുക്ക് വരുമത് ഉടമ്പടി ജീവിതത്തിൽ അതിൽ ഒന്നുകിൽ ഉടമ്പടിയെ തള്ളിപ്പറയുവാനായിട്ട്, അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയ്ക്ക് നമുക്ക് പ്രലോഭനങ്ങൾ വരും. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും ഈ ഇടപെടലുകൾ ഉണ്ടാവുക. വളരെ ലളിതമായ രീതിയിലാണ് സഹോദരൻ്റെ 2 ഇടപെടലുണ്ടായത്. എത്ര നാളായി ഉടമ്പടിയിൽ നീ പ്രാർത്ഥിക്കുന്നു, വല്ലതും നടന്നോ, ഇനി വിട്ടിട്ട് പോകാൻ പാടില്ലേ? അതാണ് ഒന്ന് അവൻ ചോദിച്ചുകൊണ്ട് വന്ന് ഇടപെടുന്നത്. അവൾ ഉടമ്പടിയുടെ ഉപ്പ് ഗേറ്റിൻ്റെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവിടെ വിതറുമ്പോൾ ചോദിക്കുന്നുണ്ട്, വെറുതെ അലമ്പൊന്നും ഉണ്ടാക്കി വെക്കരുത്, ക്യാമറയുണ്ട്, അതുകൊണ്ട് നീ അകത്ത് കയറിപ്പോയി പരീക്ഷ എഴുതുന്ന. 2 തവണയും മകളുടെ മറുപടിയാണ് ഗൗരവമുള്ളത്. ഒന്ന്, അവളുടെ കണ്ണിൽ കണ്ണീര് നിറഞ്ഞു. അത് അനുതാപത്തിൻ്റെതാണ്. എൻ്റെ സഹോദരനാണെങ്കിലും ഈശോയെ നിന്നെ വേദനിപ്പിച്ചല്ലോ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. രണ്ടാമത്തത്, എനിക്കെന്താണ് ഉടമ്പടി ബോധ്യമുള്ളത്, അതിൽ നിന്ന് ഞാൻ അപ്പുറവും ഇപ്പുറവും വ്യത്യാസമില്ല. ഞാൻ അവിടെ ഉപ്പ് വിതറിയിരിക്കും, ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കും, അമ്മയിൽ ശരണപ്പെട്ട് മാത്രം ഈ പ്രവൃത്തിയിൽ ഞാൻ വ്യാപരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ഒത്തിരി കണ്ടൻസ് മകളുടെ ഈ സാക്ഷ്യത്തിലുണ്ട്. സമയച്ചുരുക്ക അമ്മ എത്ര കണ്ട് മകളെ സഹായിച്ചുവെന്ന, അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ സംരക്ഷണം എത്ര കണ്ട് മകൾക്ക് കിട്ടിയെന്ന്, എത്ര കണ്ട് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് മകളുടെ ജീവിതത്തെ ധന്യമാക്കിയെന്ന്, എല്ലാം ശുഭകരമാക്കുന്ന കൃപാസന മാതാവ് മകൾ വളരെ തീവ്രമായ തിഷ്ടമായ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ അതൊക്കെ എങ്ങനെ ക്രോഡീകരിച്ച് ഏറ്റവും മികച്ചത്, ഏറ്റവും അഭിമാനമുള്ളത്, എവിടെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനാവുന്നത് മകളുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുവെന്ന, പരീക്ഷ എഴുതി പ്രതീക്ഷ അല്പം കുറഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ദൈവം അടയാളം കൊടുത്തതുപോലും വചനമാണ്. സങ്കീർത്തനം 128 കൊടുത്തിട്ട് പറഞ്ഞു, ദൈവഭക്തൻ്റെ മഹത്വം. അതെല്ലാം വളരെ കോറിലേറ്റഡ് ആണ്, ഒന്നൊന്നിനോട് ചേർന്ന് ഉടമ്പടി എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് മകളുടെ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഇത് നമുക്കും സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ നിസ്സാരമായി അമ്മ അനുവദിച്ചു തരും. ഉടമ്പടിയിൽ നമുക്ക് വിശ്വസ്തയോടെ മുന്നേറാം. മകൾക്ക് ലഭിച്ച എല്ലാ നല്ല അനുഭവങ്ങൾക്കും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വളർച്ചയ്ക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.